നമസ്കാരം, മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസ് തമ്മിലടി മടുത്ത് ലീഗ്. ഹൈക്കമാൻഡിനെ കണ്ട് ലീഗ് നേതൃത്വം. പുതിയ KPCC പ്രസിഡന്റിനെ ഉടൻ നിയമിക്കണം. മുഖ്യമന്ത്രി കസേരയുടെ കാര്യത്തിൽ തുടങ്ങിയ തമ്മിലടി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ രൂക്ഷമായ ഭിന്നതകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന തെരഞ്ഞെടുപ്പ് വിജയവും അതിനുശേഷം ഉണ്ടാകുന്ന മുഖ്യമന്ത്രി പദവിയും നേടുന്നതിനായി കോൺഗ്രസിന്റെ മുതിർന്ന ചില നേതാക്കൾ തുടങ്ങിവെച്ച മത്സരങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് KPCCയുടെ പുതിയ പ്രസിഡന്റ് ആരാകണം എന്ന കാര്യത്തിലാണ്. ഇതിനിടയിലാണ് നിലവിലെ പ്രസിഡന്റ് സുധാകരനെ മാറ്റണമെന്നും മാറ്റണ്ട എന്നുമുള്ള തർക്കങ്ങളും നിലനിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വക തർക്കങ്ങളുടെ പേരിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു നേതൃയോഗം പോലും ചേരാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഈ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയിലാണ്. കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് മുസ്ലിം ലീഗ്. കഴിഞ്ഞ 2 ടേമുകളിലും തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങി കോൺഗ്രസിനെ പോലെ പ്രതിപക്ഷത്തിരിക്കുകയാണ് മുസ്ലിം ലീഗ് പാർട്ടി. 1 വർഷത്തിനു ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി തോൽവി ഉണ്ടാവുകയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ്. നീണ്ട കാലം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ പാർട്ടി തന്നെ തകരുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരുമെന്ന് നേതാക്കന്മാർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ചെറിയ ഭൂരിപക്ഷം ഉണ്ടാക്കിയെങ്കിലും അധികാരത്തിൽ വരണമെന്ന് മുസ്ലിം ലീഗ് വല്ലാതെ ആഗ്രഹിക്കുന്നത്. ലീഗ് നേതൃത്വത്തിന് മാത്രമല്ല, കോൺഗ്രസിന്റെ ചില നേതാക്കൾ ഒഴിച്ചാൽ പ്രവർത്തകരെല്ലാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും ജയിച്ചില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ വേര് പോലും ഉണ്ടാകില്ല എന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ ഭരണമുണ്ടായാൽ നേടിയെടുക്കാൻ കഴിയുന്ന പദവികളുടെ പേരിൽ മുതിർന്ന നേതാക്കൾ പരസ്പരം തമ്മിലടിക്കുന്നതിൽ കോൺഗ്രസ് പ്രവർത്തകർ ദുഃഖിതരുമാണ്. പലതരത്തിലുള്ള പ്രശ്നപരിഹാര നിർദ്ദേശങ്ങളും വിവിധ തലങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല എന്നതാണ് വാസ്തവം. മുഖ്യമന്ത്രി പദം സംബന്ധിച്ചുള്ള തർക്കങ്ങൾ അകന്നപ്പോൾ KPCCയുടെ പുതിയ പ്രസിഡന്റ് ആരാകണമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ തർക്കം രൂക്ഷമായിരിക്കുന്നത്. ഓരോരോ പേരുകൾ ഓരോരോ നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൽ മാത്രം ഏത് പദവിയുടെ ആലോചന വന്നാലും കോൺഗ്രസ് പാർട്ടി എന്ന രാഷ്ട്രീയ സമീപനത്തിന് അപ്പുറത്തായി ജാതിയും മതവും ഉയർത്തിക്കൊണ്ടുവരുന്ന പതിവ് ശീലങ്ങളാണ് പ്രസിഡന്റിന്റെ കാര്യത്തിലും ഇപ്പോൾ ഉയർന്നു വരുന്നത്. പ്രതിപക്ഷ നേതാവ് ഹിന്ദു മതത്തിലെ നായർ സമുദായ അംഗമായതിനാൽ KPCCയുടെ തലപ്പത്ത് മറ്റൊരു മതവിഭാഗത്തിലുള്ള ആളാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലർ തർക്കങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് തുടങ്ങിയ സാമുദായിക പിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലോ മറ്റു പാർട്ടികളിലോ ജാതിയും മതവും ഒരു പദവിയിലും പരിഗണിക്കാറില്ല എന്നതാണ് വാസ്തവം. കോൺഗ്രസിൽ മാത്രം കാലങ്ങളായി ചില ഗ്രൂപ്പ് നേതാക്കന്മാർ അനാവശ്യമായ ജാതിയും മതവും ഉയർത്തിക്കാട്ടിയുള്ള കളികൾ തുടരുകയാണ്. ശുഭകരമായ ഒരു നീക്കവും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടന്നു കാണാത്തതിലാണ് മുസ്ലിം ലീഗ് പാർട്ടി ഇപ്പോൾ രണ്ടും കൽപ്പിച്ചുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് തങ്ങളും ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയും MP-മാരും ചേർന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെയെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും നേരിൽ കണ്ട് കേരള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പരസ്പര വിരുദ്ധമായ നിലപാടുകളും പ്രവർത്തനങ്ങളും UDF മുന്നണിയെ ദോഷകരമായി ബാധിക്കുന്നു എന്നും സുപ്രധാനമായ 2 തെരഞ്ഞെടുപ്പുകൾ അടുത്തു നിൽക്കുമ്പോഴും നിസ്സാര കാരണങ്ങളുടെ പേരിൽ നേതാക്കൾ തമ്മിലടിക്കുകയാണെന്നും ലീഗ് നേതാക്കൾ പരാതിപ്പെട്ടതായി പറയുന്നുണ്ട്. കേരളത്തിൽ നിലവിലെ പാർട്ടി പ്രസിഡന്റ് സുധാകരനെ മാറ്റുകയോ അല്ലെങ്കിൽ അദ്ദേഹം തുടരുകയോ ചെയ്യുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്രയും വേഗം വ്യക്തമായ തീരുമാനം പ്രഖ്യാപിക്കണമെന്നും അതല്ല എങ്കിൽ കോൺഗ്രസ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങി UDF മുന്നണി തന്നെ അപകടത്തിലാകുന്ന സ്ഥിതി വരുമെന്നും നേതാക്കൾ പറഞ്ഞതായിട്ടാണ് സൂചന. ജനുവരി അവസാനിക്കുന്നതിന് മുൻപ് കേരളത്തിൽ കോൺഗ്രസ് നേതാക്കളിൽ ഐക്യമുണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയില്ല എങ്കിൽ ലീഗ് സ്വന്തം നിലപാട് പുനഃപരിശോധിക്കുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് നൽകിയതായിട്ടും പറയപ്പെടുന്നുണ്ട്. പല അവസരങ്ങളിലും ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയും അടക്കം ലീഗിനെ അങ്ങോട്ട് ക്ഷണിച്ചുവെങ്കിലും വളരെ കർക്കശമായി ആ ക്ഷണം തള്ളിക്കളയുകയും മുസ്ലിം ലീഗ് പാർട്ടി UDFനൊപ്പമല്ലാതെ മറ്റൊരാലോചനയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്ന് തീർത്ത് പറയുകയും ചെയ്തതാണ്. ഇത്തരമൊരു സ്ഥിതിയിൽ UDF വിട്ടാൽ പിന്നെ എങ്ങോട്ട് എന്ന കാര്യവും ലീഗ് നേതാക്കളെ കുഴയ്ക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് കേരളത്തിലെ UDFനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി എന്ത് വില കൊടുത്തും നേരായ വഴികളിലേക്കും നേതാക്കളുടെ ഐക്യത്തിലേക്കും എത്തണമെന്ന കാര്യത്തിൽ ലീഗ് നേതാക്കൾ വാശി പിടിക്കുന്നത്.
ഇതൊക്കെയാണെങ്കിലും മാർച്ച് മാസം വരെ കാത്തിരിക്കുവാനും അതിനുള്ളിൽ KPCC പ്രസിഡന്റ് വിഷയത്തിലും പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് വ്യക്തമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടില്ല എങ്കിൽ സമയോചിതമായ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് തയ്യാറാകണമെന്ന അഭിപ്രായവും മുസ്ലിം ലീഗ് നേതാക്കളിൽ ശക്തമായിട്ടുണ്ട്. ഏതായാലും ഡൽഹിയിലെത്തിയ മുസ്ലിം ലീഗ് നേതാക്കൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് കർക്കശമായ ഭാഷയിൽ താക്കീത് പോലെ അഭിപ്രായങ്ങൾ പറഞ്ഞതായിട്ടാണ് അറിയുന്നത്. എത്രയും വേഗം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ച് UDF മുന്നണിയെ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കാൻ തയ്യാറായില്ല എങ്കിൽ UDFൽ നിന്നും ബന്ധം വിടുന്ന കാര്യം പോലും മുസ്ലിം ലീഗ് നേതൃത്വം കൈക്കൊള്ളാൻ സാധ്യതയുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നന്ദി, നമസ്കാരം.